പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ബോഡിയിൽ നിന്നെടുത്ത ഒരു മെഷർമെൻറ്റുമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 9.25 ഇഞ്ച് ബാക്ക് നെക്ക് നമ്മൾ ഇറക്കും. നിലവിൽ 9.5 വരും. 9.5 ഇഞ്ച് ബാക്ക് നെക്ക് ഇറക്കുകയും 43 ഇഞ്ച് വണ്ണമുള്ള ഒരാളുടെയാണ്. പല പ്രാവശ്യം നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ചോദിച്ചൊരളവ് ഇന്ന് നമ്മുടെ കടയിൽ നിന്നും വന്ന ഒരു മെഷർമെൻറ്റ് എടുത്തതാണ്. ആ മെഷർമെൻറ്റ് പ്രകാരമാണ് ഇന്ന് നമ്മൾ വെട്ടിക്കാണിക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് 9 ഇഞ്ച് താഴെ നമ്മൾ ഇറക്കുമ്പോൾ ലൂസിൻ്റെ അകത്ത് വരുത്തേണ്ട മാറ്റങ്ങളും അതുപോലെ തന്നെ ഇത്രയും ഇറക്കുമ്പോൾ ഷോൾഡറിൻ്റെ അകത്ത് നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളും വ്യക്തമായിട്ട് നമ്മൾ ഇതിനായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇത് വെട്ടി കൈയുടെ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ലൂസിൻ്റെ കാര്യവും അങ്ങനെ വരുമ്പോൾ നമ്മൾ കൈക്കുഴിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും അത് നമ്മൾ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇപ്പം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇങ്ങനൊരു ലാർജ് സൈസ് ഒത്തിരി പേര് നമ്മളോട് പല ദിവസങ്ങളായിട്ട് ചോദിക്കുന്നു. അപ്പം അതിലേക്ക് നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അധികം സമയം കളയുന്നില്ല. ശ്രദ്ധയോട് തന്നെ നിങ്ങൾ ഇരിക്കുക. അത്യാവശ്യം ഇത് എഴുതി എടുക്കേണ്ടവർ എഴുതി തന്നെ എടുക്കുക. 17 ഇഞ്ച് ഇറക്കമാണ് ബ്ലൗസിനുള്ളത്. ഇത് നമ്മൾ കൊടുക്കുന്ന ഇന്ന് നമ്മൾ ക്രോസ് കട്ടിംഗ് ആണ് കൊടുക്കുന്നത്. 43 സൈസ് ക്രോസ് കട്ടിംഗ് ആണ്. 43 ഉണ്ട്, പിന്നെ വേസ്റ്റ് 38 ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ ഹെമ്മിങ്ങിന് നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ തുമ്പ് കൊടുക്കുന്നു. 17 ഇഞ്ചാണ് ഇറക്കം. 17 രണ്ടിടത്ത് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങനെ വരച്ച് 1/2 ഇഞ്ച് മേളിൽ തയ്യൽ തുമ്പും കൊടുക്കുന്നു. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് 7.25 ആണ്. അതായത് 43ൻ്റെ 6/1 7.25 7.25 ഇട്ട് തന്നെ ആദ്യം മാർക്ക് ചെയ്യണം. 7.25 ഇട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളതിന് ഷോൾഡർ കുറയ്ക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. അപ്പോൾ 7.25 ഇഞ്ച് കൈക്കുഴിക്കും കൊടുക്കുന്നു. സെയിം കൃത്യം ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്തു. 2.25 ബാക്ക് നെക്കിൻ്റെ വൈഡ്. 9.5 ഇഞ്ചാണ്. അത് നമ്മൾ 9.25 താക്കുന്നു. 2.25 ഇവിടെയും മാർക്ക് ചെയ്യും. രണ്ടും സ്ക്വയർ നമ്മൾ വരയ്ക്കുന്നു. ഇനി 43ൻ്റെ കൂടെ നമ്മൾ 4 കൂടെ ചേർത്ത് 47. അതിൻ്റെ 4/1 11.25 11.25 11.25 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ 11.25 മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇടുപ്പ് വണ്ണം എന്ന് പറയുന്നത് 38 ആണ്. 38ൻ്റെ 4/1 9.5 ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഒന്നേകാൽ ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് കൊടുക്കുന്നു. ഇത്രയും നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന ബ്ലൗസിൻ്റെ കട്ടിങ്ങിലേക്ക് തന്നെയാണ്. 7.25 എന്നുള്ളിടത്ത് 3 പോയിൻറ്റും കൊടുത്ത് മാർക്ക് ചെയ്തു. ഈ പോയിൻറ്റിൽ നിന്ന് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട രീതിയിൽ മാർക്ക് നിങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് പറയാറുള്ളത് ഇനി എന്താണെന്ന് വെച്ചാൽ ഈ ബാക്ക് നെക്ക് നമുക്ക് ഇത്രയും ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മൾ വരുത്തേണ്ട 2 മാറ്റങ്ങളാണ്. 2 മാറ്റങ്ങൾ. ഈ 2 മാറ്റം എന്ന് പറഞ്ഞത് ഒന്ന് 1/2 ഇഞ്ച് നമ്മൾ ലൂസ് കുറയ്ക്കണം. ഇവിടെ 1/2 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്യുന്നു. 2 1/2 ഇഞ്ച് ഷോൾഡറും കുറയ്ക്കുന്നു. ബാക്ക് നെക്ക് കൈക്കുഴിയുന്ന താത്ത് 9.5 വരുമ്പോൾ നമ്മൾ ഷോൾഡറും കുറയ്ക്കണം, 1/2 ഇഞ്ച് ലൂസും കുറയ്ക്കണം. ഈ ഒരു വ്യത്യാസം നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചോണം. എന്നിട്ട് ഇങ്ങനെ ക്രോസ് വരയ്ക്കുന്നു. ഇത് 1/2 ഇഞ്ച് ഇങ്ങനെ വരയ്ക്കുന്നു. ഓൾറെഡി നമ്മൾ 1.25 കൊടുത്താലും ഈ ഒരു വ്യത്യാസം നമ്മൾ മാർക്ക് ചെയ്ത് തന്നെ വെച്ച് വേണം തയ്യൽ തുടങ്ങാൻ.
നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. പ്രത്യേകം നിങ്ങൾ എഴുതി വെച്ചു എന്ന് വിശ്വസിക്കുന്നു. ഷോൾഡർ അരയിഞ്ച് കുറച്ച് തന്നെ വെട്ടുവാണ്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 മാർക്ക് കൊടുക്കണം. നമ്മൾ നിത്യം നമ്മളുള്ള മാർക്കും ബാക്ക് നെക്ക് ഇറങ്ങിയുകൊണ്ട് നമ്മൾ 4 ഇഞ്ച് കുറച്ച കാര്യവും നമ്മൾ ഇപ്പോൾ ടൈലറിന് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിലും നമ്മളത് ഓർത്തിരിക്കും. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് ഇറങ്ങുന്നതനുസരിച്ച് നമുക്ക് ലൂസ് കൂടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കട്ട് ചെയ്യുമ്പോഴേ നമ്മൾ 9 ഇഞ്ച് വന്നപ്പോൾ 2 കാര്യം ശ്രദ്ധിച്ചു. ഒന്ന്, നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കുറച്ച് കൊടുത്തു. 2 1/2 ഇഞ്ച് ഷോൾഡറും കുറച്ച് കൊടുത്തു. ഇനി നമുക്ക് ക്രോസ് കട്ടിങ്ങിലെ ഫ്രണ്ടിലേക്ക് പോകും. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ടിങ്ങിലേക്ക് പോവുകയാണ്. ക്രോസാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ക്രോസിൽ തന്നെ ഇടണം. ഇങ്ങനെ എന്നാലേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് ക്രോസ് കിട്ടുകയുള്ളൂ. ഇനി ഈ ക്രോസിൽ 4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് തള്ളി ഇതുപോലെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇവിടെയും കൂടെ നമുക്കൊരു മാർക്ക് കൊടുക്കാം. മാർക്ക് കൊടുത്തിട്ട് ഈ പീസിൽ നിന്നും 1.5 ഇഞ്ച് തള്ളി ഒരു മാർക്ക് കൊടുക്കണം. 1.5 ഇഞ്ച് തള്ളി ഇങ്ങനൊരു മാർക്ക് കൊടുക്കുന്നു. 3 മാർക്ക് മനസ്സിലായല്ലോ. ഇനി വേണ്ടത് ഈ മാർക്കിൽ നിന്നും 3.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇവിടുന്ന് കൊടുക്കണം. നമ്മൾ ഈ തയ്യൽ തുമ്പ് തള്ളി വെട്ടിയെടുക്കുന്നത്. അതിനുശേഷം ഈ ബാക്ക് പീസ് ഇങ്ങനെ പൊക്കിയിട്ട് 4.5 ഇഞ്ച് ഇങ്ങനൊരു മാർക്ക് കൊടുക്കണം. സ്ട്രെയിറ്റ് ഒരു വര. ഇത്രയും മനസ്സിലായല്ലോ. ഇങ്ങനെ തന്നെ മാർക്ക്. ഇനി നമുക്ക് 6.25 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് വരുന്നത്. അപ്പോൾ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഈ 6 ഇഞ്ചിൽ സ്ക്വയർ നന്നായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ റൗണ്ടിൽ വരയ്ക്കണം. ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. ഇത്രയും എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് വെട്ടിപ്പോണം. നന്നായിട്ട് ഫ്രണ്ട് റൗണ്ട് ചെയ്ത് തന്നെ കൊടുക്കണം. കട്ട് ചെയ്ത് ഈ സൈഡും കട്ട് ചെയ്യണം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ ബാക്ക് പീസ് മാറ്റിയിട്ട് പ്രധാനമായിട്ടും പറഞ്ഞു തരാനുള്ളത്, ഇതിപ്പോൾ തുണി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാനിത് ഒന്നിച്ച് വെട്ടി. തുണി കൂടുതൽ കുറവുള്ള സമയത്താണെങ്കിൽ ഇതൊരു കാരണവശാലും നമ്മുടെ ക്രോസിൽ വെട്ടരുത്. ഇത് നമ്മളൊരു സ്കെച്ച് ഇട്ടിട്ട് ആ സ്കെച്ചിലേ വെട്ടാവുള്ളൂ. കട്ട് പീസ് എടുത്തിലേ വെട്ടാവുള്ളൂ. അപ്പോൾ 4.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് നമ്മൾ ഒരു മാർക്ക് കൂടെ കൊടുത്തു വെച്ചോണം. 4.25 പടി പീസ് ഇവിടെ നമ്മൾ 4.5. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ 4.5 ഇഞ്ച് ഡാട്ടിന് ഇവിടെ ഒരു സെൻറ്റർ മാർക്ക് കൊടുക്കുന്നു. 4.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് 11 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ഡാട്ടിന് ലെങ്ത്ത്. 11.25 ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്യുമ്പോൾ 3/4 ഇഞ്ച് ഈ കട്ടിങ്ങിൻ്റെ ഇവിടെ ഇറക്കി മാർക്ക് ചെയ്യണം. ഇറക്കി മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനൊരു വര. ഇതാണ് നമ്മുടെ മെയിൻ ഡാട്ടിൻ്റെ അളവ്. ഇനി നമ്മൾ
ആ 4.25 ഈ സൈഡിൽ നിന്നും വരച്ച് ഈ 3/4 കൊള്ളിച്ച് ഈ 4.5 കൊള്ളിക്കുന്നു. കട്ടിങ്. നമ്മൾ 1/4 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്ത് 38ൻ്റെ 4/1 9.5 ഇവിടെ മാർക്ക് ചെയ്ത് 1.25 മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ഒരു വര വരയ്ക്കുന്നു. അപ്പം നമ്മുടെ ക്രോസ് ആയ ബെൽറ്റ് പടിയാണിത്. മനസ്സിലായല്ലോ? ഇതുപോലത്തെ കട്ട് പീസിൽ ഈ ബെൽറ്റ് പടി ഇട്ടിട്ട് ഒരു നല്ല പീസിൻ്റെ സ്കെച്ച്, നമുക്ക് തയ്ക്കാനുള്ള സ്കെച്ച് ഇതുപോലെ വെട്ടി വെച്ച് വേണം. ഈ ബെൽറ്റ് പടി നമുക്ക് ഒരു സ്കെച്ചാണ്. ഈ സൈഡിൽ 1/4 ഇഞ്ച് എടുത്ത് കളഞ്ഞ് കൈയോടെ ഒരു പീസിൽ നമ്മൾ വെട്ടി വെച്ചു. അപ്പം നമ്മൾ തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ നീളം പീസിൽ വെട്ടിയെടുത്ത ഈ 2 പീസാണ്. അത് മറക്കരുത്. ഇതിൻ്റെ ഫ്രണ്ട് പീസിന് നമ്മൾ മാറിപ്പോകാതിരിക്കാനായിട്ട് ഇവിടെ ഒരു മാർക്കോട് കൊടുക്കും. ഇങ്ങനെ. അപ്പം നമ്മുടെ ബെൽറ്റ് പീസും ഓക്കെ ആയി. ഇതും ബാക്ക് പീസും മാറ്റുന്നു. ഇനി നമുക്കുള്ളത് ഫ്രണ്ടാണ്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ 3.25 നമ്മുടെ ഡാർട്ടിൻ്റെ വിത്ത്. അതാദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് 3.25 പപ്പാതി 2 സൈഡിലോട്ട് മാർക്ക് ചെയ്തിട്ട് 3/4 ഇഞ്ച് ഈ സൈഡിൽ നിന്ന് എടുത്ത് ഈ ഡാട്ട് വരെ 3/4 ഇഞ്ച് ഇവിടെ നിന്ന് എടുത്തും ഡാട്ട് വരെ ആദ്യമേ ക്ലിയർ ചെയ്യണം. ഈ ഡാട്ടിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്നത് പോലെ 3.25 ഇഞ്ച് നമ്മൾ സെൻട്രൽ ഡാട്ട് കൊടുക്കണം. മാർക്ക് ചെയ്യുന്നു. ഫ്രണ്ട് പീസിന് മറന്നു പോകാതെ 1/4 ഇഞ്ച് ഈ ഭാഗത്ത് നിന്ന് എടുത്തു കൊടുക്കണം. ഒന്നേ 1/4 ഇഞ്ച് ഇവിടുന്ന് താത്തിട്ട് ഫ്രണ്ട് പീസ് ഒരു 3/4 ഇഞ്ച് വരുന്നത് പോലെ കുഴിച്ചെടുക്കണം. കുഴിച്ചെടുത്തതിൻ്റെ സെൻറ്റർ വശം നോക്കി നമുക്ക് കൈക്കുഴിയുടെ അവിടുന്ന് വരുന്ന ഡാട്ടും 4.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ഫ്രണ്ടും റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ക്രോസ് കട്ടിങ് ആയതുകൊണ്ട് ഡാട്ടിൻ്റെ അളവ് പിടിച്ച് വെച്ചിട്ട് നമ്മുടെ സൈഡ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നോക്കുന്നു. പ്രത്യേകം ഈ സൈഡ് നോക്കിക്കോണം. നമ്മുടെ ബെൽറ്റ് പീസും പടി പീസും ഒപ്പം വെച്ച് കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പും തള്ളിയിട്ട് ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ നോക്കണം. ഇത് തമ്മിൽ വ്യത്യാസം വന്നാൽ എന്താണ് ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യും? ഇറക്കത്തെ ബാധിക്കും. അത് പ്രത്യേകം എഴുതി വെക്കണം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, 43-ന് നമ്മൾ 11.25 മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് നമ്മൾ ബാക്ക് പീസ് കുറച്ചു. ആ 1/2 ഇഞ്ച് നമ്മൾ ഈ വശത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നമ്മളത് കൂട്ടിക്കൊടുക്കണം.
ഈ സൈഡ് ഫ്രണ്ടിൽ നമ്മൾ കൂട്ടി കൊടുക്കുമ്പോൾ ലൂസ് പിന്നെയും ലൂസ് കാണിച്ചെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് നോക്കിയതിന് ശേഷം മാത്രം ആ ലൂസ് കുറയ്ക്കേണ്ട ആവശ്യം വന്നാൽ മാത്രം കുറച്ചാൽ മതി. അതും മനസ്സിലിരിക്കുക. ഇനി കപ്പ് സൈസ് കുറവുള്ള ആളാണെങ്കിൽ ഫ്രണ്ടിൽ ആ ലൂസ് കൂട്ടേണ്ട കാര്യമില്ല, സെയിം തന്നെ ഇടുക. ബാക്ക് പീസ് 1/2 ഇഞ്ച് ലൂസ് കുറഞ്ഞിരുന്നോട്ടെ. നമ്മൾ ബാക്ക് പീസ് വെട്ടിയപ്പം 1/2 ഇഞ്ച് കുറയ്ക്കുന്ന കാര്യം ഇവിടെ കാണിച്ചായിരുന്നു. അത് ഒരു കാരണവശാലും മറന്നു പോകില്ല. ഇവിടെ 1/2 ഇഞ്ച് കുറച്ച് തന്നെ കൂട്ടുക. കപ്പ് സൈസ് കൂടുതലുണ്ടെങ്കിൽ മാത്രം ഫ്രണ്ടിൽ 1/2 ഇഞ്ച് ആ ലൂസ് കൂട്ടി കൊടുക്കുക. ഇല്ലെങ്കിൽ സെയിം അളവ് 4/1 തന്നെ ഫ്രണ്ട് ഇടുക. അവിടെ ബാക്ക് പീസ് 1/2 ഇഞ്ച് കുറച്ച് വിടുന്നു, ഇവിടെ 11.75 ഇടുന്നു. ഓക്കെ, ഇനി നമുക്ക് കൈയിലേക്ക് പോകാം. ഇതുപോലെ പീസ് മടക്കിയിട്ട് നമുക്ക് കൈ വെട്ടാം. കൈ വെട്ടുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് തള്ളി മാർക്ക് കൊടുക്കുന്നു. മാർക്ക് കൊടുത്തിട്ട് 9 ഇഞ്ചാണ് നമ്മുടെ കൈ നീളം. 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് ഹെമ്മിങ്ങിന് കൊടുക്കുന്നു. 13.5 കൈ ലൂസ്. 6.25 ഇവിടെ മാർക്ക് ചെയ്യണം. 13.5 എഴുതി തന്നെ വിടണം. 6.25 ഇവിടെ മാർക്ക് ചെയ്യുന്നു. നമ്മൾ 4.5 ഇഞ്ച് താഴ്ത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വര വയ്ക്കണം. വര വരച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോഡി വണ്ണത്തിൻ്റെ 4/1 1 ഇഞ്ച് കുറയ്ക്കണം. 1 ഇഞ്ച് കുറയ്ക്കാൻ നമുക്ക് എത്ര കിട്ടും? 10.25 ഇഞ്ച് നമുക്ക് വേണം. 10.25 നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ഒരു മാർക്ക് കൊടുക്കണം. ഇങ്ങനൊരു വര വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. ഇതുപോലെ സ്കെയിലിൽ ഇങ്ങനൊരു മാർക്ക് കൊടുക്കുന്നു. കൊടുത്തിട്ട് 1.25 ഇഞ്ച് ഇവിടെ നമ്മൾ തള്ളുന്നു. ഇങ്ങനെയും വരയ്ക്കുന്നു. ഇതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് വെച്ചിട്ട് നമ്മുടെ കൈക്കുഴി കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ബാക്ക് പീസ് എടുത്തിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ നമ്മൾ 4 ഇഞ്ച് പോയിൻറ്റും ഇല്ല 1/2 ഇഞ്ച് തുമ്പും തള്ളിയിട്ട് കൈ നമ്മളിങ്ങനെ വെച്ച് നോക്കണം. ഇത്രത്തോളം നമ്മുടെ മാർക്ക് ശരിയാണ്. അപ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ചിൻ്റെ വ്യത്യാസം നമുക്ക് കാണിക്കും. കാരണം അത് ഫ്രണ്ട് പീസിൽ നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ അളവിൽ തന്നെ വെട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ 4 ഇഞ്ച് ഇവിടെ 1/2 ഇഞ്ച് കുറച്ച് ലൂസ് കൈക്കുഴി കുറച്ച് വെട്ടിയാലും മതി. ഇപ്പം നമ്മൾ വെട്ടിക്കൊടുത്ത് ഒരു ടൈലറിനെ കൊണ്ടാണ് തയ്പ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് കൈ വെട്ടാം. നമ്മുടെ കൈ ഓക്കെ ആയിരിക്കുകയാണ്. ഇനി കൈയുടെ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്ന കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 2.5 ഇഞ്ച് ഇവിടുന്ന് തള്ളി 1.25 ഇഞ്ച് ഇവിടുന്ന് തള്ളി ഇതിൻ്റെ സെൻറ്ററിൽ 3/4 ഇഞ്ച് കുറച്ച് ഇവിടെ 3/4 ഇഞ്ച് കുറഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് വെട്ടുന്നത്? ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇതുപോലെ എടുത്ത് ഞാനിവിടെ 3/4 ഇഞ്ച് വന്നിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് കുറഞ്ഞ് ഇങ്ങനെ പോകണം. അപ്പോൾ ഏതാണ്ട് പീസ് ഇതേപോലെ വരും. ഇതിങ്ങനെ തന്നെ നിങ്ങൾ വെട്ടിപ്പടിക്കണം. അപ്പോൾ സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് വെട്ടാൻ കഴിയും. അങ്ങനെ നമ്മൾ ഇത്രയും ഒരു ലാർജ് സൈസും 43 സൈസ് വണ്ണത്തിലുള്ള ഒരു സാരി ബ്ലൗസിൻ്റെ ക്രോസ് കട്ടിങ്ങും അതുകൂടാതെ 9 ഇഞ്ച് മിനിമം ബാക്കിനൊക്കെ ഇറങ്ങിയതുമായ ഒരു ക്രോസ് കട്ടിങ് ബ്ലൗസാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, ഈ ബെൽറ്റ് പീസ് നമ്മൾ ക്രോസാണ് വെട്ടിയിരിക്കുന്നത്. അത് മറന്നു പോകാതെ നിങ്ങൾ സ്ട്രേറ്റിൽ തന്നെ വെട്ടിയെടുക്കണം. ക്രോസ് പീസ് തയ്ക്കാനായിട്ട് ഉപയോഗിക്കില്ല, ചുളിവ് വരും. അപ്പം എല്ലാവരും ഇതുപോലൊക്കെ കണക്കൂട്ടി തയ്ച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ബാക്കി നമുക്ക് ആലോചിച്ച്
തീരുമാനിച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവരും നല്ല നല്ല ടൈലറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അനുഗ്രഹം നേരുന്നു. ഈ ഈശ്വരൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി താങ്ക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചും കൊടുക്കണം. താങ്ക്